കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ചെറുപ്പത്തിൽ ഓതിപ്പടിച്ചത് അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്യം, അത് തന്നെ അതിൻ്റെ തുടർച്ചയാണ്. ചെറുപ്പത്തിൽ ഓതിപ്പടിക്കുമ്പോൾ അല്ലാഹു ആലിമാണ്, അവന് ഇൽമുണ്ട്, അല്ലാഹു ജാഹിലല്ല, അവന് ജഹലില്ല, അങ്ങനെ 4 എന്നും പറഞ്ഞ് ഓതിപ്പടിച്ചതുണ്ടല്ലോ. അതിൻ്റെ വിവരണം തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. പടച്ചവനെ സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിൻ്റെ ഇൽമ് എന്താണ്? അവൻ്റെ സം എന്താണ്? അള്ളാഹു കാണുമെന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു കേൾക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് സാധാരണക്കാരൻ്റെ കേൾവി പോലെയാണോ? അതല്ലെങ്കിൽ അസാധാരണക്കാരൻ്റെ കേൾവി പോലെയാണോ? ഈ ലോകത്തുള്ള ഏതെങ്കിലും സൃഷ്ടിയുടെ കേൾവി പോലെയും കാഴ്ച പോലെയുമാണോ അള്ളാഹുവിൻ്റെ കാഴ്ചയും കേൾവിയും? അവ തമ്മിലുള്ള അന്തരം എന്താണെന്ന് ഒരു മുതഅല്ലിമിന് പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടി ദർസിലില്ല. അതല്ലെങ്കിൽ സാധാരണക്കാരന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്തം പണ്ഡിതന്മാർക്കില്ലാത്തതുപോലെയാണ് അവർ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ വാക്താക്കളാണെന്ന് അവകാശപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിശ്വാസങ്ങളാണ് ഞങ്ങൾ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന ആ വിഭാഗം വിശ്വസിച്ച വിശ്വാസങ്ങളൊന്നും ഇസ്ലാമിക വിശ്വാസങ്ങളല്ല, ഖുർആനിന് പരിചയമുള്ള വിശ്വാസങ്ങളല്ല, ഹദീസിന് പരിചയമുള്ള വിശ്വാസങ്ങളല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുമല്ല. കാരണം നമ്മെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നത് പോലെ തന്നെ മറ്റേതൊക്കെയോ വ്യക്തികൾ അറിയുമെന്ന് പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരോടുകൂടി പ്രാർത്ഥന നടത്താനുള്ള ആഹ്വാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെവിടെ നിന്ന് മനസ്സിലാക്കിയതാണ്? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ശറഉൽ അഖായിദിൽ ഉണ്ടോ? അഖായിദുൽ അർദിയയിൽ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും വിശ്വാസകാര്യങ്ങൾ പഠിപ്പിക്കുന്ന കിതാബുകളിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലൊന്നും കാണിച്ചു തരാനോ പറഞ്ഞു തരാനോ അവരുടെ പക്കൽ ഒന്നുമില്ല. പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട്? കിതാബോധി പഠിക്കാത്ത, പള്ളി ദർസിൽ പോകാത്ത സാധാരണക്കാരായ ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതിനെതിരെ പറഞ്ഞാൽ ഇവിടെ പലതും സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് അവർക്കൊത്ത് പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ഈ ചെയ്യുന്നത്. വളരെ ദയനീയമാണ്. എല്ലാ വിഷയത്തിലും അതാണ് അവസ്ഥ. ഖുർആനും ഹദീസും അനുസരിച്ചാ ജീവിക്കേണ്ടതെന്ന് പറയും. എന്നാൽ ഖുർആനും ഹദീസും അനുസരിച്ച് നമ്മൾ ജീവിക്കുക, അങ്ങനെ നമ്മളൊരു തീരുമാനത്തിലെത്തുക എന്ന് ചോദിച്ചാൽ അത് രണ്ടും നമുക്ക് മനസ്സിലാകൂല. നമുക്ക് ഇമാമുകൾ പറഞ്ഞതേ മനസ്സിലാകൂ. അതുകൊണ്ട് ഷാഫി ഇമാമു പറഞ്ഞതുപോലെ ജീവിക്കണം. ഓക്കെ, എന്നാൽ ഷാഫി ഇമാമു പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുക. അതിന് ഉസ്താദേ, ഷാഫി ഇമാമിൻ്റെ ഏത് കിതാബാ പള്ളി ദർസ് ഓതിക്കൊടുക്കുന്നത്? ഷാഫി ഇമാമു ഉണ്ടാക്കി ഏതെങ്കിലും ഒരു കിതാബ് ഓതിക്കൊടുക്കണ്ടേ? പള്ളി ദർസ് പോട്ടെ, കോളേജ് സിലബസിലുണ്ടോ ഷാഫി ഇമാം ഉണ്ടാക്കി ഏതെങ്കിലും കിതാബ്? എങ്കിൽ അതനുസരിച്ച് ജീവിക്കാമായിരുന്നു. അതവിടെ ഷാഫി ഇമാമു പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല, അതും നമുക്ക് മനസ്സിലാവൂല. പിന്നെ താഴെയുള്ള പണ്ഡിതന്മാർ അവരെഴുതിയ കിതാബുകളിലുള്ളതനുസരിച്ച് നമുക്ക് ജീവിക്കാം എന്നാണ് അടുത്ത തീരുമാനം. താഴോട്ട് വരികയാണ്. അവസാനം വന്ന് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഫത്ഹുൽ മുഈനുള്ളതിൽ അനുസരിച്ച് നമുക്ക് ജീവിക്കാം എന്ന തീരുമാനത്തിലെത്തിയ മുസ്ലിയാർ അതിലുള്ള കാര്യം ജനങ്ങളോട് തുറന്നു പറയാൻ മടിക്കുക. അതിലുള്ള കാര്യം ജനങ്ങളോട് തുറന്നു പറയുകയാണെങ്കിൽ നമസ്കരിച്ചതിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്താതെ എഴുന്നേറ്റ് പോകണം, അങ്ങനെ പലതുമുണ്ട്. അതുവരെ പറയാൻ മടിച്ചിട്ട് ലാസ്റ്റ് ജനങ്ങൾ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ലാത്ത വിധത്തിൽ മതവിദ്യാഭ്യാസം മതപ്പതിച്ച ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നാം ഇതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകളെ വീണ്ടും ഇനിയും നമുക്ക് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ശരിയായ ആശയാദർശത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനം എല്ലാ കോണുകളിലും, എല്ലാ നഗരങ്ങളിലും, എല്ലാ ഗ്രാമങ്ങളിലും വ്യാപകമായി നടക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് വേദികൾ ഉണ്ടാകുമെന്ന് കരുതി നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കായംകുളം കൊറ്റുകുളങ്ങര സ്ഥലത്തെ വടുതല PM അബൂബക്കർ മുസ്ലിയാരുടെ ശിക്ഷണത്തിൽ പഠിച്ച ശേഷം തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ
റഹ്മാനിയ അറബിക് കോളേജിൽ നിന്നും റഹ്മാനി ബിരുദം നേടുകയും ചെയ്ത നാസറുദ്ദീൻ റഹ്മാനി എത്തിച്ചേരാൻ പറ്റാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ സന്ദേശം സിറ്റി ISM സെക്രട്ടറിയായ മുംതാസ് അഹമ്മദ് വായിക്കുന്നതാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷിർക്കിൻ്റെയും അനാചാരങ്ങളുടെയും കോട്ടക്കൊത്തളങ്ങളിൽ നിന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന പണ്ഡിതരുടെ സമ്മേളനം നടക്കുന്നത് അറിഞ്ഞു. അൽഹംദുലില്ലാഹ്. പ്രസ്തുത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വ്യക്തിപരമായ കാരണങ്ങളാൽ എത്തിച്ചേരാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. ആയതിനാൽ സമ്മേളനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നസീറുദ്ദീൻ റഹ്മാനി. തൗഹീദിൻ്റെ മഹത്വപൂർണമായ സന്ദേശം മുന്നിൽ കണ്ടുകൊണ്ട് സൗദി അറേബ്യയിലെ സലഫി പണ്ഡിതനായ അബ്ദുള്ള അൽ ജിബ്രീൻ്റെ ശിക്ഷണത്തിൽ പഠിച്ചുകൊണ്ടിരിക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന അലവിക്കുട്ടി മുസ്ലിയാർ സമ്മേളനത്തിൽ എത്തിച്ചേരാൻ കഴിയില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അയച്ച സന്ദേശം ഇവിടെ വായിക്കുകയാണ്. സ്നേഹാദരവോടെ അസ്സലാമു അലൈക്കും. സിറ്റി മണ്ഡലം ISM കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പുതുമയാർന്ന പരിപാടിയായ ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന പരിപാടി പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിപ്പോയി. കാരണം ഞങ്ങളെപ്പോലെ മുസല്യാക്കന്മാരെ ഒന്നിക്കുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായാണെന്ന് തോന്നുന്നു. ഇത്തരം ഒരു പരിപാടി പങ്കെടുക്കാൻ സാധിക്കാതെ വന്നതിൽ അതിയായ സങ്കടമുണ്ട്. നമ്മുടെ ബാധ്യതയായി ഇതിനെ ഞാൻ കാണുന്നു. ജോലി ആവശ്യാർത്ഥം പങ്കെടുക്കാൻ പറ്റില്ലെന്ന് അറിയിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് റബ്ബ് ഇതൊരു സ്വാലിയായ അമലായി സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അലവിക്കുട്ടി മുസല്യാർ. ആന്ത്രോത്ത് ദ്വീപിൽ നിന്നും KT ഉസ്മാൻ മൗലവി അയച്ച ഫാക്സ് സന്ദേശം ഇവിടെ വായിക്കുകയാണ്. കോഴിക്കോട് സിറ്റി മേഖല ISM കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പണ്ഡിത സംഗമത്തിൽ പങ്കാളിയാകാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ട്. പക്ഷേ ദ്വീപിൽ നിന്നും കേരളക്കരയിലെത്താനുള്ള യാത്രാ സംബന്ധമായ പരിമിതികളാണ് കാരണം. നിങ്ങളുടെ മഹത്തായ ഈ സംരംഭം പുതുമയാർന്നതും വളരെ ശ്ലാഘനീയവുമാണ്. മനസ്സാവാച സർവ്വവിധ ഭാവുകങ്ങളും നേരുകയാണ്. പൊതുജനങ്ങളുടെ ഉപ്പും ചോറും തിന്ന് വളരുന്ന പുരോഹിതവർഗം പള്ളി ദർസുകളിൽ നിന്നും ഓതിപ്പഠിക്കുന്ന പരമാർത്ഥങ്ങൾ പൊതുജനത്തിന് മുമ്പിൽ മൂടിവെക്കുകയാണ്. മാലമൗലുദുകളിലെ അർത്ഥശൂന്യതകളും ഷാഫി മദ്ഹബിനെ കുറിച്ചുള്ള സമഗ്ര വിശകലനവും പരലോകബോധമുള്ളവനെ ചിന്തിപ്പിക്കാതിരിക്കുകയില്ല. വിശുദ്ധ ഖുർആനും തിരുനബിചര്യയും മാറ്റിവെച്ച് നൂലാമാലകളും വാറോലകളും പകരം സ്വീകരിച്ചതാണ് മുസ്ലിയാന്മാർക്ക് പറ്റിയ തെറ്റ്. ഭൗതിക നേട്ടങ്ങളോർത്ത് സത്യം മൂടിവെച്ച് ഈ മുസ്ലിയാക്കന്മാർ സമൂഹത്തെ വഞ്ചിക്കുകയാണെന്ന തിരിച്ചറിവാണ് സമസ്തയുടെ വഴിയിൽ നിന്ന് മാറി യഥാർത്ഥ പാത തിരഞ്ഞെടുക്കുവാൻ എനിക്ക് പ്രേരകമായത് എന്നറിയിക്കട്ടെ. പൗരോഹിത്യത്തിൻ്റെ കൽച്ചങ്ങലകളിൽ നിന്നും ഈ സമൂഹത്തെ നാഥൻ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഈ സംഗമത്തിന് ഒരിക്കൽ കൂടി സർവ്വവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് KT ഉസ്മാൻ മൗലവി. അടുത്തതായി ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് മലപ്പുറം എടരിക്കോട് പഞ്ചായത്ത് പുതുപ്പറമ്പ് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് എന്നിവിടങ്ങളിൽ 1999 വരെ പള്ളി ദർസിൽ പഠിക്കുകയും KNM മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി 1999 ഇറക്കിയ ലഘുലേഖയിലെ പരാമർശമായ മൗലീദിൻ്റെ അർത്ഥശൂന്യതയിൽ മനസ്സിലാക്കി ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന ഫൈസൽ മുസ്ലിയാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
الحمد